പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞത് ഈ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിൽ ഈ നടിയുടെ പരാതിയിന്മേൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്താൻ ഫിലിം ചേംബർ നീക്കം നടത്തുന്നു. തിങ്കളാഴ്ച ചേരുന്ന ഫിലിം ചേംബർ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. തെറ്റു തിരുത്താൻ ഒരവസരം കൂടി നൽകുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ചെയ്യും. അതേസമയം ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഷൈനെക്കുറിച്ച് കുറച്ചു നാളുകളായി വേട്ടയാടുന്നു എന്ന് നടന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്നും ഓടിയത് ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് കരുതിയാണെന്ന് ഷൈൻ ടോമിന്റെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 2-3 ദിവസമായി കിട്ടിയിട്ട് അവന് ഇങ്ങനെ വിഷമത്തിലായിരിക്കും. എന്തെങ്കിലും 2-3 ദിവസമായിട്ട് ന്യൂസുകളിൽ അവനെ തന്നെയല്ലേ. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും വിളിക്കാറ്. അവന്റെ ജോലിയായിട്ടാണ് നിന്നിരുന്നത്. 2-3 ദിവസം ഡബിങ് ആയിരുന്നു. പല സിനിമകളുടെ ഡബിങ് ഉണ്ടായിരുന്നു, പിന്നെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. മേലെ അഭിനയിച്ചിട്ട് ഏതെങ്കിലും ആക്ട്രസ് അവനെ പറ്റിയിട്ട് വല്ലതും പറഞ്ഞ നാൾ കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല ഇതുവരെ. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കിപ്പം ചേരുന്നുണ്ട്. സഹിൻ, ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് തെറ്റുതിരുത്താൻ ഒരവസരമാണോ അതോ വിലക്കേർപ്പെടുത്താനാണോ ഫിലിം ചേംബറിന്റെ നീക്കം? അവസാനവട്ട ചർച്ചകൾ എങ്ങനെയാണ്? ഭൂരിപക്ഷം പേരും ഏത് അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു? ഒപ്പം ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ? സേതു, ഈ ഘട്ടത്തിലൊന്നും തന്നെ പറയാൻ കഴിയില്ല. ഷൈനെ മാറ്റി നിർത്താൻ തന്നെയാണ് താൽക്കാലികമായി തീരുമാനിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ താൽക്കാലികമായി മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം വിൻസി നൽകിയ പരാതിയിന്മേൽ ഷൈനെതിരെ തിങ്കളാഴ്ച യോഗം ചേരുന്ന ഫിലിം ചേംബർ യോഗത്തിലായിരിക്കും ഈ ഒരു തീരുമാനമുണ്ടാകുക. പുതിയ സിനിമകൾ ഷൈനെ കമ്മിറ്റ് ചെയ്യാൻ ഇപ്പോൾ നിർമ്മാതാക്കൾ തയ്യാറാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്നാവാൻ ഒരു അവസരം കൂടി നൽകാമെന്ന സിനിമാ സംഘടനയിൽ നിന്നും ഷൈന് അനുകൂലമായി ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുവരെ സിനിമാ സംഘടനകൾക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയിട്ടില്ല. വിൻസി സംഘടനകൾക്ക് നൽകിയ പരാതിയാണ് കൈമാറാത്തത്. പ്രത്യേകിച്ചും നടിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ തീരുമാനമെന്നാണ് സംഘടനകൾ അറിയിക്കുന്നത്. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാതിയിൽ താൻ കാണിക്കുന്നില്ല എന്നും വിൻസി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് വിൻസിയുടെ പരാതി പോലീസിന് കൈമാറാത്തത്. ഒപ്പം തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞത് എന്തിനെന്നറിയാനാണ് പോലീസ് ഷൈനെ ചോദ്യം ചെയ്യുക. മാത്രമല്ല, ഷൈൻ ലഹരി ഉപയോഗത്തെ കുറിച്ച് നടി നടത്തിയ വെളിപ്പെടുത്തലും പോലീസ് അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കും. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെ പിടിച്ചുകിട്ടാൻ നടപടി എക്സൈസും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ താല്പര്യമുള്ളവരെ കണ്ടെത്താനും ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിൻസി അലോഷ്യസിന്റെ മൊഴിയെടുക്കാനും എക്സൈസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ സഹിൻ, വ്യക്തമാണ്.